ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് എക്സ്പ്ലോർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ സ്ഥിരം ടോപ്പിക്കുകളെ പറ്റിയിട്ടൊന്നുമല്ല സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യത്തെ പറ്റി തന്നെയാണ് ഞാനും ഇന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിക്കാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഈ ബുൾജെറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരുടെ വണ്ടി സീസ് ചെയ്യുകയും അതേപോലെ തന്നെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മുടെ MVD അല്ലെങ്കിൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങൾ. അതായത് ഇപ്പോൾ തന്നെ 2-3 വണ്ടികളെ അല്ലെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് വണ്ടികളെ പിടിക്കുക, പെറ്റിയടിക്കുക, 20,000-30,000 രൂപ പെറ്റിയടിക്കുക, അങ്ങനെ പല രീതിയിൽ പെറ്റിയടിക്കുകയും അതേപോലെ തന്നെ അവരോട് അസഭ്യം പറയുക, ഇങ്ങനെയുള്ള പല രീതികളാണ് നമ്മളിപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യത്തെ തന്നെ നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും, എതിർക്കുന്നവരും കാണും. അതിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പല കാഴ്ചപ്പാടുകളായിരിക്കും, അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്ക് സംസാരിക്കാൻ പോകുന്ന എന്റെ കാഴ്ചപ്പാടിനെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വണ്ടി മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്, അതായത് ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ടാക്സ് കൊടുത്ത് അതിന്റെ GST ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വാങ്ങിച്ച് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചതിന് ശേഷം അവർ വന്നിട്ട് ആ വണ്ടി സീസ് ചെയ്തുകൊണ്ട് പോകുക, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് മോഡിഫിക്കേഷൻ എന്ന പേരിൽ അതിന് പിഴ ചുമത്തുക, ഇങ്ങനെയുള്ള രീതികളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇത് വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു രീതി. അപ്പോൾ അത് ചെയ്യാതെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടാക്സും GST എല്ലാം വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വണ്ടിക്കകത്ത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറ്റകരമാകുന്നത് എങ്ങനെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാത്തിനുമുള്ള ഫ്രീഡം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഫ്രീഡം ഉണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് കുറ്റമാവുന്ന രീതിയാണ് ഇപ്പോൾ മെയിൻലി കണ്ടുവരുന്നത്. നമുക്കിപ്പോൾ ആർട്ടിക്കിൾ 19 നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഫ്രീഡം ടു സ്പീച്ച്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ പോലെ, അതായത് തമ്മിലൊന്നും മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റി മാത്രമല്ല, പോലീസുകാരും ഇപ്പോൾ ഏകദേശം സെയിം ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളായി കഴിഞ്ഞാലും അല്ലെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ള ഒരാളായി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു രീതിയാണ്. പക്ഷെ പ്രതികരിക്കാൻ പോലും അവകാശമില്ലാത്തവരായി മാറുകയാണ് നമ്മൾ പലരും. ഈ ഒരു വണ്ടി മോഡിഫൈ ചെയ്തതിന്റെ പേരിൽ ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി സീസ് ചെയ്ത് വെക്കുക, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ബുൾജെറ്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിലനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഇസൂസുവിന്റെ ഒരു വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്ത് വേറെ ഏതോ ഒരു സ്ഥലത്ത്, അതായത് കേരളത്തിന് പുറത്ത് ഏതോ സ്ഥലത്ത് പോലീസുകാർ ആ വണ്ടി യൂസ് ചെയ്യുന്നത്. അതേസമയം കേരളത്തിനകത്ത് തന്നെ നമ്മുടെ ബാബ്സ് ആ ഇസൂസുവിന്റെ വണ്ടി ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തതിന് ആ വണ്ടി പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബുൾജെറ്റിന്റെ കാര്യത്തിൽ പ്രതികരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും ഇതേപോലത്തെ അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് അവർക്ക് ഒരു കോളാവുകയും അത് വെച്ചിട്ട് വീണ്ടും ഇതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ പോലെ തന്നെ ഇപ്പോൾ വണ്ടിക്കകത്ത് ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ പോലും അതൊരു കേസാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേസമയം നമ്മളിപ്പോൾ നമ്മുടെ പോലീസിന്റെ വണ്ടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല പളവള കളറിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതേസമയം വണ്ടിക്കകത്ത് ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു നിയമവും വേറൊരാൾക്ക് വേറൊരു നിയമവും, അങ്ങനെ പല തട്ടിൽ നിൽക്കുന്നവർക്ക് പല നിയമം എന്നുള്ള രീതിയിലേക്ക് വരും. അതൊരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും, അതേപോലെ തന്നെ ഒപ്പോസ് ചെയ്യുന്നവരും കാണും. അപ്പോൾ അതിപ്പോൾ എന്തായി കഴിഞ്ഞാലും പലർക്കും പല കാഴ്ചപ്പാടുകളാണ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ. എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞാലും അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താലും താഴെ ചീത്ത വിളിച്ചു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിന്ന് കണ്ടിട്ടുള്ള കാര്യമായിരിക്കും, അതായത് അവരെ വണ്ടിയിലേക്ക് പിടിച്ച് വലിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നതും അതേപോലെ തന്നെ വേറെ ഒരു പീഡന കേസിലൊരു പ്രതിയെ വണ്ടിക്കകത്തേക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വളരെ സാമാന്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികൾ മാത്രമാണോ ഇപ്പം കേരളത്തിൽ ഇത്രയധികം ആക്സിഡന്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വണ്ടി മോഡിഫൈ ചെയ്തുകൊണ്ട് മാത്രമാണോ കേരളത്തിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നത്? ഒരിക്കലും അല്ല. കേരളത്തിലെ റോഡുകൾ നല്ലതാണോ? അല്ല. എന്നിട്ടാണ് പിന്നെ വണ്ടി മോഡിഫൈ ചെയ്തതിന് അതിനെതിരെ കുറ്റം പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നല്ലതല്ലാതിരുന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു മോഡിഫൈ ചെയ്ത വണ്ടി എപ്പോഴെങ്കിലും ചെറുതായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ മോഡിഫൈ ചെയ്ത വണ്ടികളുമാണ് പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ
ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സേഫ്റ്റി ആദ്യമേ നല്ല രീതിയിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്, അല്ലെന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് ഇതെങ്കിൽ ഈ മോഡിഫിക്കേഷൻ ചെയ്തതുകൊണ്ടാണ് വണ്ടികൾ തട്ടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്തതിന്റെ കാരണത്താലാണ് ഇത്രയധികം ആക്സിഡന്റ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. അതേസമയം ഇത്രയും കുന്നും കുഴിയുമുള്ള റോഡുകളിലൂടെ വണ്ടികൾ ഓടിച്ച് നമുക്ക് തന്നെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടികൾ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത വണ്ടികൾ തട്ടുമ്പോഴും അങ്ങനെയൊന്നും അല്ല. റോഡിന്റെ ശോചനീയ അവസ്ഥ കൊണ്ട് തന്നെയാണ് മിക്കവാറുള്ള ആക്സിഡന്റ് കാര്യങ്ങൾ മൊത്തം നടക്കുന്നത്. അപ്പോൾ ആദ്യമേ അതെല്ലാം ശരിയാക്കിയതിന് ശേഷം മാത്രം പോലെ ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് നിർത്തുക, അല്ലെന്നുണ്ടെങ്കിൽ അതുവഴി പെറ്റിയടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ടൈമിലായിരിക്കും ഇതേപോലൊരു കാര്യം വരിക. അപ്പോഴും പ്രതികരിക്കാൻ ആരും ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗുഡ്സിനെ അല്ല, ഈ ഒരു കാര്യത്തിന്, അതായത് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വണ്ടി ഭ്രാന്തന്മാരുള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനൊരു കാര്യം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശപ്പെട്ടൊരു കാര്യമാണ്. അതായത് നമുക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം മാർക്കറ്റിൽ അവർ അവൈലബിൾ ആക്കിയതിന് ശേഷം അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇനി മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കോപ്രായം കാണിച്ചു വെച്ചിട്ട് അത് മോഡിഫിക്കേഷൻ ആണ്, അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. നല്ല നല്ല മോഡിഫിക്കേഷൻസ്, അതായത് ഇപ്പോൾ നമുക്ക് ഇരട്ടത്തോടെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി പല കണ്ടീഷൻസിൽ യൂസ് ചെയ്യേണ്ട ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതിന് തന്നെ അതിന്റെ ടയറിന്റെ വലുപ്പം മാറ്റേണ്ടി വരുമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലൈറ്റ് വെക്കേണ്ടി വരുമായിരിക്കും, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി വണ്ടിക്കകത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് പർപ്പസിനാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അല്ലാതെ വണ്ടിക്കകത്ത് കാണുന്നതെല്ലാം വലിച്ചു വാരി വെച്ചതിന് ശേഷം വണ്ടിക്കകത്ത് ആക്സിഡന്റ് വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബാലൻസ് പോകുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് മോഡിഫിക്കേഷൻ എന്ന രീതിയിലേക്ക് വരികയും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂട്ടിക്കകത്ത് ചെറിയൊരു LED ലൈറ്റ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മോഡിഫിക്കേഷൻ എന്ന രീതിയിൽ അത് ഉരിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിന് പെറ്റിയടിക്കുക. അതേസമയം ഇപ്പോൾ വരുന്ന മിക്കവാറുള്ള കൂടിയ വണ്ടികളിലെല്ലാത്തിലും LED ലൈറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ LED ലൈറ്റ് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രശ്നമില്ലാത്തൊരു രീതിയിലേക്കും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരട്ടത്താപ്പ് പോലെയാണ്. അതായത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോക്കകത്ത് വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചപ്പാട് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിരിക്കാം, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരിക്കാം. എനിവേ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ കാണും വരെ ഇറ്റ്സ് മീ അഭയ് സൈനിങ് ഓഫ്. ബൈ. പോസ് ചെയ്യണം. എനിക്ക് പോകാം.